ആയില്ലേ അപ്പോൾ വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഒന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ കിടക്കാമെന്ന്. അപ്പം നീച്ച് വന്നപ്പോൾ തന്നെ ഒരു ഏകദേശം 9:30 ആയി. പിന്നെ കുളിച്ച് വന്നപ്പോൾ ഉണ്ടടാ 11 മണി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയ്യപ്പന് പായസം നേർന്നത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് അതും എടുത്ത് കഴിച്ചു. അങ്ങനെ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് നേരം പഠിക്കാം. കാരണം നാളേക്കൊരു എക്സാം ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പഠിക്കാം. അങ്ങനെ പഠിക്കലൊക്കെ ഏകദേശമൊക്കെ ആയിട്ടിരിക്കുമ്പോഴാണ് അച്ഛൻ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ മുട്ടയൊക്കെ ട്രെയിലേക്ക് ആക്കി വയ്ക്കുകയാണ്. ഇപ്പോൾ പോണ ഈ ഒരു മുട്ട ഒരു ജാതി പോക്കാണ് താഴെ പോയത്. സത്യം പറഞ്ഞാൽ പൊട്ടി വിചാരിച്ചു, പക്ഷേ സേഫ് ലാൻഡിങ് ആയിരുന്നു. ഈ ഒരു ട്രേ നമ്മുടെ അടുത്ത് കുറച്ചധികം കാലമായിട്ട് ഉണ്ട്. ഇതിൻ്റെ 2 ടയറും 3 ടയറും ഒക്കെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഉണ്ട്. അങ്ങനെ വിശന്നപ്പോൾ ചോറെടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 10:35 അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഞെട്ടി. പിന്നെ മനസ്സിലായി ക്ലോക്കിൻ്റെ പണി തീർന്നതാണ്. പിന്നെ ഞാൻ കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു. കാരണം എനിക്കിപ്പോൾ ഈ അടുത്ത് ഭയങ്കര ക്രേസാണ് ഈ കമ്മൽ ഉണ്ടാക്കണതിൻ്റെ. ഞാൻ കുറച്ച് കമ്മലുകളൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ച് ഹെവി സാധനം പഠിക്കാമെന്ന്. അങ്ങനെ ഞാൻ ആ സാധനം ഇരുന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇത് കഴിഞ്ഞത് ഞാൻ ഒരു റീൽ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. വേർത്ത് കുളിച്ച് ആകെ ഒരു വഴിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാതി കിടക്കുന്ന കമ്മൽ അത് ഞാൻ ഉണ്ടാക്കിയതാണ്. നല്ല ഭംഗിയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡേ ആണ് എൻ്റെ. അതുകൊണ്ട് അധികമൊന്നും ഹെവി വർക്കൗട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ലൈറ്റായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വരുന്ന വഴിക്കൊക്കെ സാധനം വാങ്ങാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി വീട്ടിലെത്തി ബ്രെഡ് ഓംലെറ്റൊക്കെ കഴിച്ച്. ഇതാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ഹെവി കമ്മൽ. കാണുമ്പോൾ ചെറുതാണെങ്കിലും കാതിലിടുമ്പോൾ നല്ല അത്യാവശ്യം നല്ല വലുപ്പം തന്നെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പിന്നെ വലിയ കമ്മലൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കാഷ്വലി ഇടും. അങ്ങനെ പിന്നെ ഡിന്നറായിട്ട് ഞാൻ നല്ല മഞ്ഞ പ്ലേറ്റിൽ മഞ്ഞ കളറിലുള്ള മഞ്ഞ മാങ്ങയൊക്കെ എടുത്തിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.